എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാട്സാപ്പ് മാർക്കറ്റിംഗ് ടൂൾസിനെ പറ്റിയാണ്. ഒരുപാട് പേർക്കും അറിയാം നമ്മൾക്ക് വാട്സാപ്പ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്ത് ബിസിനസ് ഒക്കെ നേടാൻ സാധിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് മെത്തേഡിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നും മാത്രം പലർക്കും അറിയത്തില്ല. എല്ലാവർക്കും ആകെ അറിയാവുന്നത് ഒരു സോഫ്റ്റ്വെയർ വാങ്ങുക, അതിൽ കുറേ നമ്പർ പുഷ് ചെയ്യുക, എന്നിട്ട് ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് അയക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ വാട്സാപ്പ് നമ്പർ ബ്ലോക്ക് ആകാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യാൻ ഒരുപാട് ടൂൾസൊക്കെ നമ്മൾ വാങ്ങേണ്ടതുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് പ്രൊഫൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ഒരു ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കോച്ചിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്ലൂഹോസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. എന്നാലും ബ്ലൂഹോസ്റ്റിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് വാട്സാപ്പ് മാർക്കറ്റിംഗ് ടൂൾസിനെ പറ്റി പഠിക്കാം. അപ്പോൾ ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ learnwithsubin.com/bluehost എന്നോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ്. നിങ്ങൾ സ്വന്തമായി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബ്ലൂഹോസ്റ്റ് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം. ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ നല്ലൊരു ഹോസ്റ്റിംഗ് പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ബ്ലൂഹോസ്റ്റ് തന്നെയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ബ്ലൂഹോസ്റ്റ് നമുക്ക് ഫ്രീ SSLും അതുപോലെ തന്നെ CDNും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഫ്രീ ഡൊമൈൻ ഉണ്ട്. നമുക്ക് ഒരു വർഷത്തേക്ക് നമ്മൾ ഹോസ്റ്റിംഗ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. പിന്നെ നമ്മളെപ്പോലുള്ളവരൊക്കെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം അതിനൊരു സപ്പോർട്ടൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഈ സപ്പോർട്ട് സിസ്റ്റത്തിന് ബ്ലൂഹോസ്റ്റ് നമുക്ക് കോൾ സപ്പോർട്ടും അതുപോലെ തന്നെ ചാറ്റ് സപ്പോർട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടോൾ ഫ്രീ നമ്പേഴ്സ് ഉണ്ട്. ഇതുകൂടാതെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു പ്ലാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 169 രൂപ മുതൽ പ്ലാൻ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതിന് 36 മാസത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് $169 169 രൂപയ്ക്ക്, ഡോളർ എന്ന് പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക, 169 രൂപയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക. ഇതിനേക്കാളെല്ലാം ഉപരി വേർഡ്പ്രസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയുക. വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടന്റ് CMS സിസ്റ്റം, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റ് പ്ലാറ്റ്ഫോമാണ് വേർഡ്പ്രസ് എന്ന് പറയുന്നത്. ഈ വേർഡ്പ്രസ് ആണ് ലോകത്തുള്ള ഒരു 70-80% വെബ്സൈറ്റുകളുടെയും ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേർഡ്പ്രസ് പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്യുന്ന നമ്പർ 1 ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമും ബ്ലൂഹോസ്റ്റ് തന്നെയാണ്. കാരണം ഇപ്പം ഈ ബ്ലൂഹോസ്റ്റിൻ്റെ തന്നെ ഹോസ്റ്റിംഗ് എന്തുകൊണ്ട് അവർ സജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മെയിൻലി അവരുടെ സപ്പോർട്ട് തന്നെയാണ്. ഇപ്പോൾ വേർഡ്പ്രസിൻ്റെ സൈറ്റിൽ, ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. വേർഡ്പ്രസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് അവരുടെ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ടാബിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലൂഹോസ്റ്റ് ആണ് അവർ സജസ്റ്റ് ചെയ്യുന്ന നമ്പർ 1 പ്ലാറ്റ്ഫോം. അപ്പോൾ സ്വന്തമായി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലൂഹോസ്റ്റിനെ ചൂസ് ചെയ്യാം. ബ്ലൂഹോസ്റ്റിൻ്റെ ഷെയർഡ് ഹോസ്റ്റിംഗ് പ്ലാൻ ഉണ്ട്. ഇവർ തരുന്ന ഒരുപാട് ഫ്രീ ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങളിതിൽ ലേൺ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഫ്രീ ഫീച്ചേഴ്സാണ് ഇവർ തരുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ് നമുക്കുള്ളത് എന്നൊക്കെ അറിയാം. ബേസിക് പ്ലാനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് മാത്രമായിരിക്കും അവിടെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റ് വേണമെങ്കിൽ നമുക്ക് സെയിം ഹോസ്റ്റിംഗ് പ്ലാനിൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ പ്ലസ് എന്ന് പറയുന്ന പ്ലാൻ എടുക്കേണ്ടി വരും. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡൊമൈൻ ഫ്രീ ആയിട്ട് ലഭിക്കും. 1300 രൂപ വാല്യൂ ഉള്ളൊരു ഡൊമൈൻ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. പിന്നെയും ഒരുപാട് ഫീച്ചേഴ്സ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സാപ്പ് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. വാട്സാപ്പ് മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒരുപാട് ടൂളുകളുണ്ട്. അതിൽ മെയിൻലി നമുക്ക് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൂളാണ് വാട്ടി എന്ന് പറയുന്ന ഒരു ടൂള്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടൂളാണ് ഗാലാബോക്സ് എന്ന് പറയുന്ന ടൂള്. വേറെയും ഒരുപാട് വാട്സാപ്പ് API ഉപയോഗിച്ച് നമുക്ക് വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ അതുകൂടാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ടൂളും കൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. Amo CRM അല്ലെങ്കിൽ കോമോ എന്ന് പറയുന്നത്. ഇതൊരു CRMs ആണ്. നമ്മൾ CRMനെ പറ്റി ഇതിനു മുന്നേ ഉള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CRMs ആണ്. ഇതിന് നമുക്ക് വാട്സാപ്പ് API ഒന്നും ആവശ്യമില്ല. ഈ ഒരു CRM ഉപയോഗിക്കുന്നതിന് ഇവിടെ നമുക്ക് ചില നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടോ നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ടും ഒക്കെ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമ്മുടെ മെസ്സേജുകളെ നമുക്ക് ഇവിടെ ഡീൽ ചെയ്യാനും നമ്മുടെ ടീമുകൾക്ക് റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻ്റഗ്രേഷൻ പാർട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു പാർട്ടാണ് വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിനകത്ത് നമ്മുടെ ചാറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ
ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് ലീഡുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലീഡുകളുടെ സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലീഡ് എങ്ങനെയാണ് വന്നത് എന്നുള്ളതും ലീഡിൻ്റെ ചാറ്റിൽ എന്താണ് ലീഡുമായിട്ട് നമ്മൾ സംസാരിച്ചത്, ലീഡ് ഇതൊരു CRM തന്നെയാണ്, പക്ഷേ ഇതൊരു വാട്സാപ്പ് ഇവിടെ കണക്റ്റ് ആവുകയും വാട്സാപ്പ് റിപ്ലൈ പോകുന്നത് പോലെ തന്നെ റിപ്ലൈസ് പോകാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ അമോ CRMനകത്തുള്ളത്. എന്നാൽ വാട്ടി അല്ലെങ്കിൽ ഗാലാബോക്സ് എന്ന് പറയുന്നതിന് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാനാണ്. ഇത് കുറച്ചുകൂടെ മാനുവലാണ്. ഏതൊരാളുകൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് അമോ CRM പോലെയുള്ള CRMs ഉപയോഗിച്ച് വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ. എന്നാൽ ഗാലാബോക്സ് അല്ലെങ്കിൽ വാട്ടി പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നമുക്ക് വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രീ ട്രയലൊക്കെ സൈനപ്പ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ വാട്സാപ്പ് API അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെ ബിസിനസ് മാനേജർ അക്കൗണ്ട് വെരിഫൈഡ് ആക്കുന്ന പ്രോസസ്സ് ചെയ്യേണ്ടി വരും. അതായത് വാട്ടി അല്ലെങ്കിൽ ഗാലാബോക്സ് പോലെയുള്ള ഒഫീഷ്യൽ വാട്സാപ്പ് API അപ്രൂവൽ എടുത്ത് നമുക്ക് ചെയ്യണമെങ്കിൽ വാട്സാപ്പ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഏകദേശം ഇതുപോലെയുള്ള മെസ്സേജുകൾ വരികയും നമുക്ക് ഇതുപോലെ ബട്ടൺസ് ഒക്കെ നമ്മുടെ മെസ്സേജിന് താഴെ വരണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ വാട്സാപ്പ് അക്കൗണ്ട് വെരിഫൈഡ് ആക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് നമുക്കൊരു ഫേസ്ബുക്ക് ബിസിനസ് മാനേജർ ഉണ്ടാവണം. ഫേസ്ബുക്ക് ബിസിനസ് മാനേജർ നമ്മൾ ടാക്സും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫേസ്ബുക്കിൻ്റെ നമ്മുടെ ബിസിനസ് ID നമ്മൾ വാട്ടി അല്ലെങ്കിൽ ഗാലാബോക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കോൺടാക്ട് നമ്പറും കൊടുക്കണം. അങ്ങനെ ഒരു കോൺടാക്ട് നമ്പറും കൂടെ കൊടുത്ത് വാട്സാപ്പ് API അപ്രൂവൽ ഇവർ മുഖേന നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾക്ക് ഇതുപോലെയുള്ള ഇൻ്റർഫേസസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആളുകൾക്ക് ഓട്ടോമേറ്റഡ് റിപ്ലൈസോ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റുകളൊക്കെ അയക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രീ ട്രയൽ ഉപയോഗിക്കുന്ന പോലെ മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാറ്റ് ബോട്ട് മാർക്കറ്റിങ്ങിന് പറഞ്ഞ പോലെ ചാറ്റ് ബോട്ടുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. കോൺടാക്റ്റുകളെ മാനേജ് ചെയ്യാനും ബ്രോഡ്കാസ്റ്റ് ചെയ്യാനും ചില മെസ്സേജുകളൊക്കെ ടെംപ്ലേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കും. പക്ഷേ അതിന് നമ്മളൊരു പേയ്മെൻ്റ് ഒക്കെ കൊടുക്കണം. ഒരു 1000 കോൺവെർസേഷൻ ഫ്രീ ഉണ്ടാവും. അതിന് 2380 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്, വാട്ടി ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻസ് പാർട്ടിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ CRMകളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഹബ്സ്പോട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹബ്സ്പോട്ടുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൂടാതെ ഗാലാബോക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഗാലാബോക്സിൻ്റെയും പേയ്മെൻറ്റ് പ്ലാനുകൾ അത്രയും വാട്ടിയുടെ അത്രയും പേയ്മെൻറ്റ് പ്ലാൻ ഗാലാബോക്സിനില്ല. ഇതിന് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട്. അതിനകത്ത് 1500 രൂപയ്ക്ക് നമുക്ക് പല ഫീച്ചേഴ്സും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. 2250 രൂപയുടെ പ്ലാൻ ഉണ്ട്, 4500 രൂപയുടെ പ്രോ പ്ലാൻ ഉണ്ട്. ഇതൊക്കെ മന്ത്ലി ഉപയോഗിക്കുന്നതാണ് കേട്ടോ, ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഗാലാബോക്സ് അല്ലെന്നുണ്ടെങ്കിൽ വാട്ടി പോലെയുള്ള ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് മാനേജർ നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അമോ CRM പോലെയുള്ള, നിങ്ങൾക്ക് അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അമോ CRMs ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു എൻ്റെ ടീമിനെ ഓട്ടോമാറ്റിക്കലി ഒരു വാട്സാപ്പ് വെബ് കണക്ട് ചെയ്തതുപോലെ കണക്ട് ചെയ്ത് എല്ലാവർക്കും സെയിം അക്കൗണ്ടിലൂടെ തന്നെ റിപ്ലൈസും ഓട്ടോമേഷൻ മെസ്സേജസും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ സാധിക്കും. നമുക്ക് ഓട്ടോമാറ്റിക് മെസ്സേജസും റിപ്ലൈസും ഒക്കെ ഇവിടെ നമുക്ക് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ അമോ CRM. അപ്പോൾ ഇതെല്ലാം വാട്സാപ്പ് മാർക്കറ്റിങ്ങിൻ്റെ പല പല രീതികളാണ്. ഒരു കാരണവശാലും നിങ്ങൾ വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ചില സോഫ്റ്റ്വെയറുകൾ വാങ്ങിയിട്ട് ഡേറ്റ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ബൂസ്റ്റ് ചെയ്യരുത്. അത് അലൗഡഡ് മെത്തേഡ് അല്ല. ഇതൊക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ള മെത്തേഡുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വാട്സാപ്പ് മാർക്കറ്റിങ്ങിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങൾ പഠിക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് വാട്സാപ്പ് മാർക്കറ്റിംഗ് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിനകത്ത് അറിയാനുള്ള കാര്യം. നമുക്ക് വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബിസിനസ് മാനേജർ ഉണ്ടാവണം. ഫേസ്ബുക്ക് ബിസിനസ് മാനേജർ നമ്മൾ വെരിഫൈഡ് ആക്കണം. വെരിഫൈഡ് ആക്കിയതിന് ശേഷം വാട്ടി അല്ലെങ്കിൽ ഗാലാബോക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൊടുത്ത് നമ്മൾ അപ്രൂവൽ എടുക്കുകയും നമ്മളുടെ API അപ്രൂവൽ എടുക്കുകയും നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുകയും ചെയ്തതിന് ശേഷം ആ ഫോൺ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ പ്ലാൻ പെയ്ഡ് ആക്കിക്കൊണ്ട് വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഇതാണ് വാട്സാപ്പിൻ്റെ ഒരു ഒഫീഷ്യൽ മാർക്കറ്റിംഗ് മെത്തേഡ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വാട്സാപ്പ് മാർക്കറ്റിങ്ങും വാട്സാപ്പ് മാർക്കറ്റിംഗ് ടൂൾസിനെ പറ്റിയുമാണ്. വാട്ടി, ഗാലാബോക്സ് ഇതുപോലെയുള്ള ഒരുപാട് വാട്സാപ്പ് മാർക്കറ്റിംഗ് ടൂളുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിലും വാട്സാപ്പ് ബിസിനസ് API അപ്രൂവലൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് പേജിൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ബിസിനസ്സിൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് മെത്തേഡുകൾ തന്നെയാണ്. വാട്സാപ്പ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെയും അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും കൂടുതലും ഒരു ഡിസിഷൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ, സുബിൻ.